മുന്നണികൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറയുകയും കൂടുകയും ചെയ്താൽ അത് ഏതൊക്കെ മുന്നണികളെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് മുൻപൊക്കെ പോളിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് സ്വാഭാവികമായും കോൺഗ്രസിന് അനുകൂലം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. കാരണം അതിൻ്റെയൊക്കെ ഫാക്ടർ എന്ന് പറയുന്നത് മിക്കവാറും സംഘടനാ സംവിധാനങ്ങളുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കെട്ടുറപ്പുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കേഡർ അണികൾ തീർച്ചയായിട്ടും അവർ വോട്ട് രേഖപ്പെടുത്തുമെന്നും മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അത് മറ്റു പാർട്ടികളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സംഘടനാ സംവിധാനങ്ങൾ ശക്തമായിട്ടുള്ള കേഡർ സംവിധാനങ്ങളുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ കേരളത്തിൽ പലപ്പോഴും ഗുണം കിട്ടും എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും അത് UDF-ന് ഗുണകരമായി മാറും എന്നാണ് മുൻപൊക്കെ കരുതിയിരുന്നത്. എന്നാൽ ഏതാണ്ട് ഒരു 80-കൾക്കൊക്കെ ശേഷം ഇതിനെ മാറി വെച്ചുകൊണ്ടുള്ള ഒരു ട്രെൻഡാണ് നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോകസഭാ തെരഞ്ഞെടുപ്പായാലും നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വോട്ടിംഗ് ശതമാനം കൂടിയത് കൊണ്ട് ഏതെങ്കിലും പ്രത്യേകമായ ഒരു മുന്നണിക്ക് ഗുണം ചെയ്യും എന്ന് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. അതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ പറയാമെങ്കിലും ആദ്യത്തെ ഒരു 10, 20, 25 വർഷത്തെ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, നമുക്ക് തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇത് കാണാൻ കഴിയുമെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലപ്പോഴും കൊയലേഷൻ പൊളിറ്റിക്സ്, ഈ കേന്ദ്രത്തിൽ മാറി മാറി ഭരണ തുടർച്ചകൾ ഇല്ലാതെ മാറി മാറി സർക്കാരുകൾ വരികയും കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഭരണം ശിഥിലമാവുകയും പിന്നീട് തൂക്കുമന്ത്രിസഭകൾ പലപ്പോഴും വരികയൊക്കെ ചെയ്തപ്പോൾ ഇത് വലിയ ചർച്ചയായിട്ടുള്ള ഒരു ഘടകമാണ്. ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയ സന്ദർഭങ്ങൾ പോലും, ഏറ്റവും വലിയ പോളിംഗ് ശതമാനം നടന്ന സന്ദർഭങ്ങൾ പോലും ഈ പറഞ്ഞ തരത്തിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്നണികൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയങ്ങളിലൊക്കെ വോട്ടുകൾ പലപ്പോഴും പല ഗ്രൂപ്പുകളിലായി, പല വിഭാഗങ്ങളിലായി ചിഹ്നിച്ചു പോകുന്നതാണ് നമ്മൾ ദേശീയ തലത്തിൽ കണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈപോളാർ പൊളിറ്റിക്സ് ആയിരുന്നു മുൻപുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ പ്രകടമായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് BJP-യുടെ വരവോടുകൂടി, ഒരു മൂന്നാം മുന്നണിയുടെ വരവോടുകൂടി ഇത് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഒരു നിർണായക ശക്തിയായിട്ട് വോട്ടിംഗ് ഷെയറിൽ അവർ മാറിയിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും അവർക്കും അവരൊരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ട്രെൻഡിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് വോട്ടിംഗ് ശതമാനം കൂടിയതുകൊണ്ടോ കുറവുള്ളതുകൊണ്ടോ പ്രത്യേക സഹായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കേഡർ സംവിധാനമുള്ള പാർട്ടികൾ ഇപ്പോൾ BJP-യും പല മണ്ഡലങ്ങളിലും ശക്തമായിട്ട് മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ BJP-ക്കും ഇടതുപക്ഷത്തിനും എപ്പോഴും അവരുടെ അണികളെ വോട്ടിംഗ് പന്തിയിൽ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഘടകമാണ് നമ്മൾ കാണേണ്ടത്. ഭരിക്കുന്ന സർക്കാരിനെതിരെ വികാരം നിൽക്കുന്നു എന്ന് പൊതുവെ പറയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വോട്ടിംഗ് ശതമാനത്തിൽ അത് പ്രകടമാകും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിലൊരു വീറും വാശിയും, ഒരുപക്ഷെ ഈ സർക്കാരിനെതിരെ മറ്റൊരു സർക്കാർ വരുന്നു എന്നുള്ള തരത്തിലാണല്ലോ ആ വീറും വാശിയും പ്രകടമാകുന്നത്. എന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെയാണോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലേക്ക് അയക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു ബൈപോളാർ പൊളിറ്റിക്സ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ ഒരു വികാരം ഉണ്ടായാൽ നമ്മൾ സാധാരണ ചെയ്യുക UDF-ന് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. UDF-ന്റെ പ്രതിനിധികൾ അപ്പോൾ കേന്ദ്രം ഭരിക്കും എന്നും തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസിക്ക് ഒരു ഗുണം ഉണ്ടാകും എന്ന് കരുതുമ്പോഴാണ് ഇതിനൊരു എഫക്ട് ഉണ്ടാകുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മിക്ക ആളുകളും കരുതുന്നത് കേന്ദ്രത്തിൽ BJP-യുടെ ഒരു സർക്കാർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി കൊണ്ട് തീർച്ചയായിട്ടും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഈ മുന്നണികളെ ബാധിക്കും എന്നുള്ള തരത്തിലുള്ള വിശകലനത്തിന് ശാസ്ത്രീയപരമായി യാതൊരു അടിത്തറയും എന്നില്ല എന്നുള്ളതാണ് ശരി. എങ്കിലും ചില നിരീക്ഷണങ്ങൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് തന്നെ ഓരോ തെരഞ്ഞെടുപ്പിനെയും ഈ വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ മുന്നണികൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളും മുന്നണികൾക്ക് കിട്ടാവുന്ന വോട്ടിംഗ് ഷെയറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ബന്ധപ്പെടുത്തി പരിശോധിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിനും പ്രത്യേകമായ ചില സ്വഭാവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മൂന്ന് മുന്നണികൾക്കും പ്രകടമായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതിന്റെ ലക്ഷണമായി നമുക്ക് കണക്കാക്കണം. അല്ലെങ്കിൽ മൂന്ന് മുന്നണിക്ക് വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും തീർച്ചയായിട്ടും ഇത് പ്രകടമാകുന്നുവെങ്കിൽ, വോട്ടിംഗ് ശതമാനം ഒരേപോലെ വർദ്ധിക്കുന്നതായി കാണുന്നുവെങ്കിൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്കെതിരെ ശക്തമായി ജനങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളൊരു സൂചന വരികയും സ്വാഭാവികമായി അത് ആന്റി ഇൻകംബൻസി എന്നുള്ള തരത്തിൽ അത് UDF-ന് വലിയ നേട്ടമുണ്ടാക്കും എന്നുള്ള തരത്തിലേക്കുള്ള ചില കാൽക്കുലേഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. ഒപ്പം തന്നെ BJP-ക്ക് തങ്ങളുടെ മൊബിലൈസേഷൻ നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ
സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ, തങ്ങളുടെ എല്ലാ വോട്ടുകളും പോക്കറ്റിലാക്കാൻ അവരെല്ലാ തെരഞ്ഞെടുപ്പിലും പരിശ്രമിക്കുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിലും പരിശ്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതയില്ല. എന്നാൽ BJP സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ടുകൾ കാസ്റ്റ് ചെയ്യിക്കുവാൻ ശ്രമിക്കുന്നത് വഴിയായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുക എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനും അതുപോലെ തന്നെ BJPക്കും ആയിരിക്കും ഇത്തവണ വോട്ടിംഗ് ഷെയർ വലിയ തോതിൽ വർദ്ധിച്ച, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം വളരെയധികം കൂടിയാൽ അത് ഈ ഇരു മുന്നണികൾക്കായിരിക്കും അതിന്റെ ഗുണം കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശാസ്ത്രീയപരമായ ഈ നിഗമനങ്ങൾക്ക് അടിത്തറ ഇല്ല എങ്കിലും ഈ നിരീക്ഷണങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ നല്ലൊരു മഴ കേരളത്തിൽ ഉണ്ടായാൽ അന്ന് നമുക്ക് 1-2 ദിവസങ്ങളെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മഴയുള്ള കാര്യം നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ശക്തമായ മഴ ചില മണ്ഡലങ്ങൾ ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഒരു 12 മണി മുതൽ മഴ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസം വരാം. അപ്പൊ അതൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയെ സ്വാധീനിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എങ്കിലും കേഡർ പാർട്ടികൾക്കായിരിക്കും അത് എപ്പോഴും ഗുണം ചെയ്യുക എന്നുള്ളതാണ്. കാരണം കേഡർ പാർട്ടികൾ എപ്പോഴും തങ്ങളുടെ വോട്ട് കാസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ആഗ്രഹിക്കും. ഇപ്പൊ മണ്ഡലപരമായിട്ട് എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വലിയ തോതിലുള്ള പോളിംഗ് നടന്നാൽ അത് കോൺഗ്രസിനും BJPക്കും പ്രതീക്ഷ നൽകും, ഇടതുപക്ഷത്തിനേക്കാൾ ഉപരി എന്നുള്ളതാണ് ഏറ്റവും ശരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ വലിയ തരത്തിലുള്ള പോളിംഗ് നടന്നാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാൽക്കുലേഷനിലേക്ക് നമുക്ക് എത്താം. തീർച്ചയായിട്ടും അതായത് ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഈ സമയത്ത് വലിയൊരു പോളിംഗ് ശതമാനം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ ഇത്തവണ സാധ്യത കൂടുതൽ കോൺഗ്രസിനും BJPക്കുമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മൊത്തത്തിൽ ഉള്ള കുറവാണെങ്കിൽ സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തോടുള്ള ഒരു വിയോജിപ്പായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും റീഡ് ചെയ്യപ്പെടും. കാരണം അത് അവരുടെ ഒരു കേഡർ സംവിധാനത്തിലുള്ള വോട്ടിംഗ് ശതമാനത്തെ. എന്നാലും എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറയും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കൂടാനാണ് സാധ്യത പല മണ്ഡലങ്ങളിലും. കാരണം പരമാവധി വോട്ടുകൾ ചെയ്യിക്കുവാൻ എണ്ണയിട്ട യന്ത്രം പോലെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരി. പിന്നെ നമ്മൾ മുൻപ് കണ്ടിരുന്നതിനേക്കാൾ വലിയ സൗകര്യങ്ങൾ ഇത്തവണയുണ്ട്. പല സ്ഥലങ്ങളിലും വീട്ടിൽ പോയി വോട്ട് ചെയ്യിക്കുക, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നവർക്ക് തന്നെ നേരിട്ട് വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പൊ ഇതൊക്കെ വഴി പരമാവധി നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ, ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അത് അധികം വരാനാണ് സാധ്യത. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം പല മണ്ഡലങ്ങളിലും കൂടുവാനുള്ള സാധ്യതയുണ്ട്. ആ കൂടുന്നത് LDFിനേക്കാൾ UDFനും BJPക്കും ആയിരിക്കും ഇത്തവണ ഗുണം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു നിരീക്ഷണം പറയുന്നതിന് എത്രമാത്രം ശാസ്ത്രീയ പിൻബലം നമുക്ക് നൽകാൻ കഴിയുമെന്ന് അറിയില്ല എങ്കിൽ കൂടിയും സ്വാഭാവികമായി ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അവർ തങ്ങളുടെ അണികൾ വോട്ട് ചെയ്യുന്നതിന് പരമാവധി ശ്രദ്ധ പുലർത്തും എന്നുള്ളത് കൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗുണമാണ് ചെയ്യുന്നത്. സ്ഥായിയായ ഒരു സ്വഭാവമാണ് അതിനകത്ത് കാണിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതര കേഡർ പ്രസ്ഥാനങ്ങൾക്കായിരിക്കും മെച്ചം ഉണ്ടാകുക. പ്രത്യേകം അത് BJP അത് ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരും ഇത്തവണ ഈ പരമാവധി ചില മണ്ഡലങ്ങളിലൊക്കെ ഒരു സംശയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പരമാവധി ഈ വോട്ട് ഉറപ്പിക്കാനുള്ള പരിശ്രമമായിരിക്കും നടത്തുക. എന്തായാലും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധാരാളം അവയർനെസ് ക്യാമ്പയിനുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പരിശീലനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. കോളേജുകളിലും ഒക്കെ പിന്നെ വോട്ടിംഗ് മെഷീനുമായി ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് പല തരത്തിലുള്ള മോക്ക് പ്രകടനങ്ങൾ നടത്തുകയും അതുവഴി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ആളുകളെ എൻറോൾ ചെയ്യുന്ന രീതി. ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടികളൊക്കെ വളരെ ലഘൂകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടുതൽ ആളുകളെ ഈ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെ കൂടുതൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുന്നതും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉള്ളതാണ്. മറ്റൊരു കാര്യം, നമ്മൾ മുമ്പൊക്കെ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നത് യുവാക്കളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്തവണയും കുറവൊക്കെ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് ഏജുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യങ്ങർ പാർട്ടിസിപ്പേഷൻ കുറവാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളൊക്കെ കുറെ കൂടി യുവാക്കൾ പ്രവർത്തന രംഗത്തേക്ക് സജീവമാകുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ യുവാക്കൾക്ക് കുറെ കൂടി സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് തോന്നുന്നത്. പല സ്ഥാനാർത്ഥികളും വളരെ യങ് ആയിട്ടുള്ള പല സ്ഥാനാർത്ഥികളും ഇപ്പൊ മത്സരിക്കുന്നു. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ആണെങ്കിൽ അരുൺകുമാർ മത്സരിക്കുന്നു, കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ മത്സരിക്കുന്നുണ്ട്, BJPയുടെ മിക്ക സ്ഥാനാർത്ഥികളും വളരെ യങ് ആണ്, പല പ്രദേശങ്ങളിലും മത്സരിക്കുന്നു, സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മിക്ക സ്ഥാനാർത്ഥികളും ഏതാണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറെ കൂടി ഈ ചെറുപ്പക്കാർ മത്സര രംഗത്തേക്ക് വരുമ്പോൾ അവരുടെ സുഹൃത്തുക്കളും അവരുമായി ബന്ധപ്പെടുന്നവരുമായിട്ടുള്ള ചെറുപ്പക്കാർ കുറെ കൂടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന ഒരു അർത്ഥം കൂടിയുണ്ട്. അവർ കുറെ കൂടി ഒരു സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതുണ്ട്.
അപ്പൊ അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. പ്രത്യേകിച്ച് ഈ വോട്ടിംഗ് അപ്പതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള വിമുഖത പലപ്പോഴും കൂടി വരുന്നത് ഈ റൂറൽ പ്രദേശങ്ങളിലല്ല, അത് അർബൻ പ്രദേശങ്ങളിലാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ നഗരപ്രദേശങ്ങളിലുള്ളവരാണ് വോട്ട് ചെയ്യാൻ കൂടുതൽ മടി കാണിക്കുന്നത്. അതുപോലെ തന്നെ യുവാക്കളാണ് പലപ്പോഴും മടി കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ കുറെ കൂടി ചെറിയൊരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ വോട്ടിംഗ് ശതമാനത്തിനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നാൽ കാടിളക്കിയുള്ള പ്രചരണവും മാത്രമല്ല, സ്ഥാനാർത്ഥികളും ഇത്തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിനെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇരട്ട പേരുകൾ ഒരുപാട് പേർക്കുണ്ടെന്നും അതിനെതിരെ ആക്ഷേപങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കുറെ കൂടി ലൈവ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. എന്തായാലും വോട്ടിംഗ് ശതമാനം കൂടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കൂടുക എന്ന് പറഞ്ഞാൽ മുന്നണികൾക്കുള്ള നേട്ടത്തെക്കാൾ അതിനേക്കാൾ ഉപരിയാണ് ജനാധിപത്യത്തിന് ശക്തി വർദ്ധിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഒരു മനസ്സിലാക്കൽ കൂടിയാണ്. എന്തായാലും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കട്ടെ, അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് കാണാം, കാത്തിരുന്നു.